എല്ലാത്തിനും സപ്പോർട്ടായിട്ട് സുധീർക്കട വൈഫും ഒപ്പം ഉണ്ട്. ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഒന്ന് തുറന്നേ ഞങ്ങളൊന്ന് കാണട്ടെ. തടെ പേരെന്താ? ഫസീന സുധീർ. എന്തായാലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വള കൊടുത്തേക്കാണ്. ഇടിവളയാണോ കൊടുത്തേക്കണേ? ഇക്കാക്ക് രക്ഷപ്പെടാൻ ഇടി കൊള്ളുന്ന ഉറപ്പാണ്. എന്തായാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇത്ത കൊടുത്ത സമ്മാനം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയാണ് ആ കള്ളനെ കണ്ടെത്തിയത്? കള്ളനെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ കള്ളൻ ഇങ്ങോട്ട് വരികയായിരുന്നു. അതായത് വെളുപ്പിനെ 5 മണിക്ക് വീട്ടിൽ നിന്ന് വന്ന് ഫസ്റ്റ് ട്രിപ്പ് എടുക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്താണ് ഇദ്ദേഹം വരുന്നത്. വന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഓട്ടം പോകണം. ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ടാന്ന് വെച്ചപ്പോൾ സ്ക്രാപ്പ് കൊണ്ടുപോയി കൊടുക്കാനാണ് പറഞ്ഞു. അതിന് ഞാൻ സ്ക്രാപ്പ് കയറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ ഇപ്പോൾ സാധാരണ ഇവിടെ നിന്ന് പെരക്കലാരൊക്കെ കാരണം കൊണ്ടുപോകാറുണ്ട്. ഞാനവിടെ പെരക്കി മുതലല്ല എന്തായാലും കണ്ടപ്പോൾ തന്നെ. കാരണം ചാക്കിട്ട് മൂടിയൊക്കെയാണ്. ചാക്ക് തുറന്നപ്പോൾ തന്നെ 2 AC-യും ഒരു മോട്ടറും വലിയൊരു മോട്ടറുമാണ് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഒരു ഡൗട്ട് അടിച്ചു. കാരണം ആളില്ലാത്ത സ്ഥലത്ത് ചാക്കിട്ട് മൂടിയ രൂപത്തിൽ കിടക്കണ കാണുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നും. അങ്ങനെ ഞാൻ ഇവനോട് വണ്ടി കയറ്റിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇത് കട്ട മുതലാണോ എന്ന് ചോദിച്ചു. ഉടനെ കട്ട മുതലാണോ എന്ന് ചോദിച്ചു. പറഞ്ഞ അല്ല എന്ന് പറയും. അല്ല സംഭവിച്ചിട്ടില്ല. അപ്പോൾ നീ കട്ടതായാലും കൊള്ള കട്ടതല്ലേലും കൊള്ളാം. ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ 1000 രൂപ എനിക്ക് തന്ന കട്ടതായാലും ഞാൻ കൊണ്ടാക്കി തരാം. 100 രൂപ. ഇവൻ ആ ട്രാപ്പിലാണ് വീഴാണ്. എത്ര രൂപയുടെ ഓട്ടം ഉണ്ടായി? 100 രൂപയുടെ ഓട്ടമുള്ളൂ. 100 രൂപ ഓട്ടത്തിന് 1000 രൂപ ചോദിച്ചു. 100 രൂപ അവിടെ അവിടെ 1000 എത്ര മണി നേരം ഇത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം അവന് കാശ് കൊടുക്കൊന്നുമില്ലല്ലോ. അവർക്കിപ്പോൾ 1000 തന്നെ എന്താ. ഇടത്തല ഒരു സ്ഥലമുണ്ട്. നമ്മുടെ കൂട്ടുകാരാണ്. കട്ട മുതലെടുക്കുന്ന ആളാണ്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതാകുമ്പോൾ ഇവിടെ വിലയില്ല. 6-7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് കൂടെ പോവുകയും ചെയ്യാം. അതാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ ഇവനെ കയറ്റി അപ്പോൾ പറഞ്ഞൊക്കെ അങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ പോണ വഴിക്ക് നേരെ പവർ ഹൗസ് എത്തുന്നതിന് മുമ്പ് അഷ്ടിപ്പടി വഴി നേരെ കറങ്ങി വനിതാ സെല്ല് വഴി BSNL വഴി ഊട് വഴി കൂടെ കയറി ഊട് വഴി കൂടെ കയറി നേരെ സ്റ്റേഷനെ വാങ്ങിച്ച് നേരെ ഓടിച്ച് സ്റ്റേഷനിലേക്ക് കയറ്റിയ വഴിയെ പുള്ളി സ്റ്റേഷൻ കാണുന്നതിന് മുമ്പ് ഞാൻ ആളുടെ കോളറിനെ പിടിച്ചു. പിടിച്ചു. വണ്ടി ഓഫ് ചെയ്തില്ല. അതിന് മുമ്പ് ഞാൻ ആളെ പിടിച്ചു. കാരണം ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ ഞാനും തൊണ്ണിയും മാത്രമാവും. അപ്പോൾ ഞാൻ ആളെ പിടിച്ചപ്പോൾ തന്നെ പോലീസുകാരൻ വന്നു. പോലീസുകാരപ്പോൾ തന്നെ ആളെ കയറ്റി സാധനം ഇറക്കി വെച്ചു. പിന്നെ ഒരു 10 മണിയായപ്പോഴാണ് SI നന്ദകുമാർ സാറ് വിളിച്ചു പറയുന്നത്, ഇത് സുധീരെ വലിയ കാര്യമാണ് ചെയ്തത്. ആള് പിടികിട്ട പുള്ളിയാണ്. കാരണം മറ്റു പല കേസുകളിലും പെട്ട ആളാണ്. നജാത്ത് ഹോസ്പിറ്റലിന് മുമ്പ് കണ്ടിട്ടുണ്ട്. നജാത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെ സാധനം AC കള്ളനാണ്. ഒരു വെറൈറ്റി കളറാണ്. 1000 രൂപ അദ്ദേഹം തരാന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? കട്ട മുതൽ വെച്ച് കിട്ടുന്ന കാശ് നമുക്ക് വേണ്ട, എൻ്റെ കുടുംബത്തിനും വേണ്ട.